കരുണാപുരം അതിസരമസം വരയേശം ഗുരുവായൂര ഓം ദേവി സുനീലവി സുഭഗേ വീണം കൈമീവ മോഹിത ജഗതാം നാഭിരിഞ്ചീം നീതശേഷമാശു കളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടയണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധീ നിലയാം ശ്രീ മൂകാംബികാം സദാ ശ്രീ മൂകാംബികാം സദാ ശ്രീ മൂകാംബികാം സദാ. പരമാത്മ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹ കലകൾ കൊണ്ട് സമ്പന്നവും സമൃദ്ധവുമായ എലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഗർഗഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന 4-ാം ദിവസമാണ്. ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വൈവാഹികമായിരിക്കുന്ന സങ്കല്പതലങ്ങളെ ശ്രേഷ്ഠതയോടുകൂടി ചിന്തിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ഭഗവാനും ഭഗവതിയും ഒന്നായി മാറിയ ഒരു ദിവസമാണ്. ഒരു വാക്കിനകത്ത് അർത്ഥം എപ്രകാരമാണോ ഇരിക്കുന്നത് അപ്രകാരം പുരുഷനും സ്ത്രീയും ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് എത്തുമ്പോൾ മാറണമെന്നാണ് പറയുന്നത്. അക്ഷരങ്ങൾ ഓരോന്നായി എടുത്താൽ അതിൻ്റെ അർത്ഥമല്ല ആ അക്ഷരങ്ങൾ ചേർത്ത് വെക്കുമ്പോഴുള്ള വാക്കുകളുടെ അർത്ഥം. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മളുടേതായിരിക്കുന്ന വ്യക്തിത്വങ്ങളും ചിന്തകളും ശൈലികളും രീതികളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊരു കുടുംബത്തിലേക്ക് വൈവാഹിക ജീവിതത്തിൻ്റെ ബന്ധത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിവാഹമെന്ന മംഗള തലത്തിലൂടെ നാം അന്വർത്ഥമാകുന്ന ഒരു തലത്തിലൂടെ ഒരു വഴിയിലൂടെ ഒരുമിച്ച് രണ്ടുപേരും കൂടി യാത്ര പുറപ്പെടുന്ന സമയം മുതൽ വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഒരുപോലെയാകുവാനുള്ളതാണ് വിവാഹമെന്ന സങ്കല്പം. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്ന പുരുഷൻ തൻ്റെ ഏറ്റവും ജീവനായിരിക്കുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ സങ്കല്പത്തിലുള്ള താലി അവളുടെ കഴുത്തിൽ അവളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അണിയിക്കപ്പെടുന്നത്. ഇന്നു മുതൽ എൻ്റെയും നിൻ്റെയും ഹൃദയങ്ങൾ ഒന്നായി മാറപ്പെടണമെന്നും നമ്മളുടെ വാക്കുകളും ചിന്തകളുമെല്ലാം ഒരുപോലെയായി മാറുകയും ഒരേ ചിന്തയിലൂടെ ഒരേ പ്രവൃത്തിയിലൂടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും സുസ്ഥിരമാകണമെന്നും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അന്നു മുതൽ തീരുമാനിക്കുന്ന ദിവസമാണ് വിവാഹമെന്ന് പറയുന്നത്. വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വധുവായി പോകുന്ന പെൺകുട്ടിയും വരനായി പോകുന്ന പുരുഷനും തൻ്റെ ബന്ധുമിത്രാദികളുടെ പാദങ്ങളെ നമസ്കരിച്ച് അവർക്ക് വെറ്റിലയും മടക്കയും നാരങ്ങയും ഒക്കെ വെച്ചു കൊടുത്ത് അവർക്ക് ദക്ഷിണയായി കൊടുത്തുകൊണ്ട് പറയുന്നത്, വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്ന എനിക്ക് ആ വൈവാഹിക ജീവിത ബന്ധത്തിൽ ഇത്രയും കാലം വിജയിച്ചു നിന്ന നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. നിങ്ങളുടെ വാക്കുകളും അനുഗ്രഹങ്ങളും എനിക്ക് വരുന്ന ജീവിതത്തിൻ്റെ യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിനുള്ള ഏറ്റവും നല്ല ബലമായി മാറപ്പെടണം. അങ്ങനെ ബന്ധുമിത്രാദികളും സ്നേഹിതരുടെയും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും സ്വീകരിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ മകൾ വൈവാഹിക ജീവിതത്തിന് പൂർണ്ണ യുക്തയാണ് എന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ
അവളുടെ കൈ പിടിച്ച് പുരുഷന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറയുന്നത്, സഹധർമ്മം ചരത. ഇനിയും നിങ്ങൾ ഒരുമിച്ച് ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ജീവിതത്തിൻ്റെ ധർമ്മങ്ങളാണ്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് ധർമ്മങ്ങളാണ് എന്നുള്ള തലത്തിൽ അത് ചെയ്യണം. ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും അത് കുടുംബത്തിനുള്ളതാണ്, അത് ധർമ്മത്തിൻ്റെ തലത്തിലൂടെയാകണമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു പുരുഷന്റെ കയ്യിലേക്ക് തൻ്റെ മകളുടെ കൈ പിടിച്ചു കൊടുത്തുകൊണ്ട്, ഇനിയും നിങ്ങൾക്ക് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ദീർഘസുമംഗലിയായി എൻ്റെ മകൾ മാറട്ടെ എന്ന് അനുഗ്രഹിച്ചു കൊടുത്തുകൊണ്ട്, ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും സർവവിധങ്ങളായിരിക്കുന്ന ഐശ്വര്യങ്ങളെയും ഒരുമിച്ച് ഒരുപോലെ ഒന്നിച്ചുണ്ടാക്കിയെടുക്കണം. അവയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാലും ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിറപറയ്ക്കും നിലവിളക്കിനും പല ഐശ്വര്യങ്ങളുടെ സങ്കല്പത്തിലുള്ള അഷ്ടമംഗല്യത്തിനും വിളക്കിനുമെല്ലാം വലം വെച്ച് പരിപൂർണമായി പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മാലകളൊക്കെ ധരിച്ചുകൊണ്ട് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികളോടെ സുമംഗലിയായി മാറണം എന്ന് പ്രാർത്ഥിച്ചു പുരുഷൻ അവളുടെ നെറുകയിലേക്ക്, അവളുടെ സീമന്തരേഖയിലേക്ക് സിന്ദൂരം ചാർത്തി ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്ന ആ ദിവസം മുതൽ ഭർതൃധർമ്മവും ഭാര്യാധർമ്മവും ഒരു കുടുംബധർമ്മവും പരസ്പരം ചിന്തയോടുകൂടി ബഹുമാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്ന ഒരു സങ്കല്പം. ആ വൈവാഹിക ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളെയും നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ളത് അവർക്ക് ഈശ്വരാധീനം എന്നുള്ള ഒന്നു മാത്രമാണ്. ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും ഏത് ഗ്രന്ഥങ്ങളാണേലും പൗരാണിക ഏത് ഗ്രന്ഥങ്ങളാണേലും നമുക്ക് പറഞ്ഞു തന്നത് വൈവാഹിക ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കുണ്ടായാൽ പോലും അവയെല്ലാം നേരിടുവാനുള്ള മനസ്സിൻ്റെ ധൈര്യം, ആ മനോധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കിച്ചു തരുമ്പോൾ അവയെ സ്വീകരിക്കപ്പെടുവാൻ സ്വയംവരങ്ങളാകുന്ന ഭഗവാന്റെ സ്വയംവരങ്ങളാകുന്ന സങ്കല്പ തലങ്ങൾ നമുക്ക് ഒരുപാട് ബലം നൽകുകയാണ്. ഗർഗഭാഗവതത്തിലും വ്യാസഭാഗവതത്തിലുമൊക്കെ ആദ്യം ഭഗവാന്റെ വിവാഹത്തിന് മുമ്പ് ബലരാമസ്വാമിയുടെ വിവാഹമാണ്. സൂര്യവംശത്തിൽ ആനർത്തൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനായിരിക്കുന്ന രൈവതൻ, തനിക്കൊരു മകളുണ്ടായി. അവളുടെ പേര് രേവതി എന്നാണ്. അപ്പോൾ ഈ രേവതിക്ക് സൽഗുണസമ്പന്നമായിരിക്കുന്ന ഒരു കുടുംബജീവിതം ഉണ്ടാകണം. ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ മകൾക്ക് സർവവിധങ്ങളായിരിക്കുന്ന ഗുണങ്ങളോടുകൂടി ഒരു പുരുഷനായിരിക്കണം ഭർത്താവായി വരേണ്ടത്. കാരണം അവളെ ഇത്രയും കാലം വളർത്തി വലുതാക്കി ഒരു നിലയിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ യോഗ്യനായിരിക്കുന്ന ഒരു പുരുഷന്റെ കയ്യിലേക്ക് വേണം എനിക്ക് കൈപിടിച്ചു കൊടുക്കുവാൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന അച്ഛൻ തൻ്റെ മകളായിരിക്കുന്ന രേവതിയെ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കൊടുക്കും? അങ്ങനെ പലരോടായി സംസാരിച്ചു വരുന്ന സമയത്ത് പലരുടെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒരു പുരുഷനെ പറ്റി കേട്ടു, അങ്ങനെ ഒരു പയ്യനുണ്ട് എന്നറിഞ്ഞു. ആ പയ്യനെ പറ്റി അന്വേഷിക്കുമ്പോൾ പല വിധത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുന്നു. കാരണം തൻ്റെ മക്കൾക്ക് എപ്പോഴും ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. കാരണം കുടുംബജീവിതത്തിൽ ഇത്രയും കാലം ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാതാപിതാക്കൾ അനുഭവിച്ചത് കൊണ്ട് അമ്മ ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പരിമിതികളിൽ എനിക്കൊരല്പം കൂടി ഗുണങ്ങളോ ശ്രേഷ്ഠതയോ ഉണ്ടായാൽ
എനിക്കൊരല്പം കൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാൽ, എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നാൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്കൊരു താങ്ങും തണലും ഉണ്ടായിരുന്നാൽ എൻ്റെ ജീവിതം കുറെ കൂടി സുരക്ഷിതവും ബലവും ഉള്ളതാകുമെന്ന് ചിന്തിക്കുന്ന അമ്മ, എൻ്റെ മകൾക്ക് നല്ല ഒരു പുരുഷനെ കിട്ടുമ്പോൾ അവൾക്ക് ജീവിതത്തിൽ യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഉണ്ടാകാതെ കൊണ്ടുപോകുവാൻ ധൈര്യശാലിയായ, ബലമുള്ളവനായിരിക്കുന്ന, കഴിവുള്ളവനായിരിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ യോഗ്യതയുള്ളവനായിരിക്കുന്ന ഒരു പുരുഷൻ വേണം എൻ്റെ മകളെ വിവാഹം കഴിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന അച്ഛൻ. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇന്ന് എന്നുള്ളതാണ്. അവരുടെ ജീവിത തലത്തിൽ അവരുടെ ചിന്താധാരകൾ ഏത് തലത്തിലൂടെ പോകുന്നു എന്നുള്ളത് നമുക്ക് പറയുവാനോ ചിന്തിക്കുവാനോ ഒക്കെ ഉള്ളതിൻ്റെക്കാൾ അപ്പുറമായി മാറപ്പെടുന്നു. ഇവിടെ രൈവതൻ, ആനർത്ത രാജാവായിരിക്കുന്ന രൈവതൻ പലരോടായി തൻ്റെ മകൾക്ക് യോഗ്യനായിരിക്കുന്ന ഒരു പുരുഷനെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പല പുരുഷന്മാരുടെയും പേരുകളുമൊക്കെ അറിഞ്ഞപ്പോൾ അവരൊന്നും പരിപൂർണമായ യോഗ്യതയുള്ളവരല്ല എന്ന് തോന്നിയിട്ട് ഇനിയും ഇതിനൊരു പൂർണ്ണമായ ഒരു ഉത്തരം നൽകുവാൻ ബ്രഹ്മദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രൈവതൻ തൻ്റെ മകളെയും കൊണ്ട് ബ്രഹ്മദേവനെ കാണാനായി പോകുകയാണ്. അങ്ങനെ ബ്രഹ്മദേവനെ കാണാനായിട്ട് 14 ലോകങ്ങളിൽ ഏറ്റവും മുകളിലത്തെ ലോകമായിരിക്കുന്ന സത്യലോകമാണ് ബ്രഹ്മദേവന്റെ വാസസ്ഥാനം. ആ സത്യലോകത്ത് ചെന്നിട്ട് ബ്രഹ്മദേവനെ കാണാനായി ഞങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ അല്പം വിശ്രമത്തിലാണ്. എന്തായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഒരു അപ്സരസ് ചെന്ന് അവിടെ ഒരു നൃത്തം നടത്തുകയാണ്. സംഗീതാത്മകമായ തലത്തിൽ ഒരു നൃത്തം നടത്തുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് കുടുംബസമേതം. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നിടത്ത് നമ്മൾ ഒരു തടസ്സമായി ചെല്ലുന്നത് ധർമ്മമല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി അവിടെ കാത്തിരുന്നു. പൂർവചിതി എന്ന് പറയുന്ന അപ്സരസ് സംഗീതാത്മകമായിരിക്കുന്ന തലത്തിൽ നൃത്തം നാട്യമായി അവതരിക്കപ്പെടുന്ന സമയത്ത് അവ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന, അവയെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മദേവന്റെ അടുക്കലേക്ക് ബ്രഹ്മദേവനെ കാണുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ മകളോടൊപ്പം രൈവതൻ കാത്തിരുന്നു. ബ്രഹ്മദേവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരുപാട് ദിവസങ്ങൾക്കപ്പുറമാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും ഒക്കെ ജന്മങ്ങൾക്കും അപ്പുറമാണ്. അങ്ങനെ ഒരു പകല് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് ആ പൂർവചിതി എന്ന് പറയുന്ന അപ്സരസിന്റെ സംഗീതത്തെയും നൃത്തത്തെയും കണ്ട് ആസ്വദിച്ചിരുന്ന ബ്രഹ്മദേവന്റെ അടുക്കൽ തൻ്റെ കാവൽക്കാർ ചെന്ന് പറഞ്ഞു, അങ്ങയെ കാണാൻ രൈവതനിത തൻ്റെ മകളുമായിട്ട് എത്തിയിരിക്കുന്നു. കയറി വരാൻ പറഞ്ഞു. രൈവതനകത്തേക്ക് ചെന്നു. രൈവതൻ രണ്ടുപേരും കൂടി ചെന്നു. മകൾ ബ്രഹ്മദേവനെ, സരസ്വതി ദേവിയെയും നമസ്കരിച്ചു. രൈവതനും നമസ്കരിച്ചു. രണ്ടുപേരും നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ, അച്ഛനും മകളും കൂടി ചെല്ലുമ്പോൾ ആദ്യം നമസ്കരിക്കുന്നത് മകളാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ധർമ്മത്തിലൊരു ചോദ്യമുണ്ട്. മാതാപിതാക്കളോടൊപ്പം മക്കൾ പോകുമ്പോൾ മക്കളാണ് ആദ്യം നമസ്കരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ഒരിക്കൽ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഗുരുനാഥൻ പറഞ്ഞൊരു മറുപടി, കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കൾ ഒരിടത്ത് ചെല്ലുന്ന സമയത്ത് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതാവസ്ഥയിൽ എങ്ങനെയാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം ആദ്യം. അതും പറയാതെ തന്നെ. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അവരുടെ വീടുകളിൽ കൃത്യമായി ചെയ്യപ്പെടുന്നതാണ്. സ്വഭാവശുദ്ധി എന്ന് പറയുന്ന, സ്വഭാവശുദ്ധീകരണം എന്ന് പറയുന്ന, സ്വഭാവശുദ്ധി രൂപീകരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അത് പഠിക്കുന്നത് നമ്മളുടെ വീടുകളിൽ നിന്നാണ്. നമുക്കറിയാം, പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ പല വിധത്തിലുള്ള മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിന് പൂർണ്ണമായും നമുക്കറിയാം അവരുടെ വീടുകളിലും ഇത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത വീടാണ്.
അതുകൊണ്ടാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ മോശമായ രീതിയിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ആ കുട്ടികൾക്കാവുന്നത്. അതുകൊണ്ട് കുട്ടികൾ എന്താണ് എന്നുള്ളത് പുറത്ത് കാണുമ്പോൾ നമുക്ക് ആ കുടുംബം എന്താണ് എന്ന് ബോധ്യമുണ്ടാകും. തൻ്റെ കുടുംബം എങ്ങനെയാണ് എന്ന് മറ്റുള്ള സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നത് അത് നേരായ മാർഗത്തിലൂടെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് ആദ്യം കുട്ടികൾ ചെന്ന് നമസ്കരിക്കും. കുട്ടികൾ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആനർത്ത രാജാവ് ചെന്ന് അദ്ദേഹം ദൈവതൻ ചെന്ന് നമസ്കരിച്ചു. ഇപ്പൊ ചോദിച്ചു എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോ ആ പിതാവ് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ഇത് എൻ്റെ മകളായിരിക്കുന്ന രേവതിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും യോഗ്യനായിരിക്കുന്ന ഒരു പുരുഷന്റെ കയ്യിലേക്ക് എൻ്റെ മകളുടെ കരങ്ങൾ പിടിച്ചു കൊടുക്കണം. അവളെ കന്യാദാനം ചെയ്തു കൊടുക്കപ്പെടണം. അതിന് യോഗ്യനായിരിക്കുന്ന ഒരു പുരുഷൻ ആരാണ് എന്ന് അങ്ങ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങയുടെ ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഒരു ഉത്തരം എനിക്ക് നൽകാൻ സാധിക്കും. പക്ഷേ അങ്ങ് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും ഒരുപാട് സമയങ്ങൾ മാറിയിരിക്കുന്നു, ഒരുപാട് തലമുറകൾ അവിടെ മാറിയിരിക്കുന്നു. അങ്ങ് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴുള്ള കുടുംബ അന്നത്തെ അന്നത്തെ ആൾക്കാരല്ല ഇന്നുള്ളത്. അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. ശാരീരികമായും മാനസികമായും സാംസ്കാരികമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നിന്റെ മകളായിരിക്കുന്ന രേവതിക്ക് യോഗ്യനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ആദിശേഷനായിരിക്കുന്ന അനന്തന്റെ അവതാരമായിരിക്കുന്ന ബലഭദ്രസ്വാമി മാത്രമാണ് അവിടെയുള്ളത്. യോഗ്യനായിരിക്കുന്ന ഒരു പയ്യൻ അത് തന്നെയാണ്. എന്തുകൊണ്ടും യോഗ്യതയുള്ളത് അതുകൊണ്ട് തന്നെയാണ്. കാരണം സത്യലോകത്ത് തൻ്റെ മകളെയും കൊണ്ട് കയറി ചെല്ലുവാൻ യോഗ്യനാണ് രൈവതൻ. അപ്പോൾ രൈവതനും അതിൻ്റെതായ യോഗ്യതയുണ്ട്. അപ്പോൾ ആ യോഗ്യതയ്ക്ക് തുല്യമായിട്ടുള്ള ഒരാള് വേണം ആ കുടുംബത്തിലേക്ക് ചെല്ലാൻ. അതായത് സത്യലോകത്തിലേക്ക് കയറി വരാനും യോഗ്യതയുള്ള ആളായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ബലഭദ്രസ്വാമിയുടെ പേര് പറയുന്നത്. അപ്പോൾ അതിന് ദ്വാരകയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ദ്വാരകയിലേക്ക് രൈവതന്റെ മകളായിരിക്കുന്ന രേവതിയെയും രൈവതന്റെ സന്ദേശവുമായി ആൾക്കാർ പോകുന്നു. അങ്ങനെ രൈവതന്റെ സന്ദേശമായി പോയി കഴിഞ്ഞതിന് ശേഷം ബലഭദ്രസ്വാമി രൈവതന്റെ ആനർത്ത രാജ്യത്തേക്ക് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്താണ്, തന്നേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ഉയരമുള്ള പെൺകുട്ടിയേക്കാൾ ഒരുപാട് ചെറിയ മനുഷ്യൻ. അപ്പോൾ ഇത്രമാത്രം വ്യത്യാസങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് രണ്ടുപേരുടെയും ഈ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്? സ്ത്രീ ഒരുപാട് ഉയർന്ന തലത്തിൽ നിൽക്കുകയാണ്, പുരുഷൻ ഇതാ ഏറ്റവും ചെറിയ ആളാണ്. എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടി പറയുന്നു, ഞാൻ അങ്ങയോടൊപ്പം എത്താം. ആദ്യമേ തന്നെ ബലഭദ്രസ്വാമി ഞാൻ നിന്നോടൊപ്പം എത്താം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ രേവതി പറഞ്ഞത് ഞാൻ അങ്ങയോടൊപ്പം എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. കലപ്പയിൽ ചവിട്ടി അവളോട് ആ രേവതി ബലഭദ്രസ്വാമിയുടെ തലത്തിലേക്ക് ചെന്നു എന്നുള്ളതാണ്. അവിടെ ഏറ്റവും വലിയൊരു വിശേഷമായിരിക്കുന്ന ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഒരു പെൺകുട്ടി അവൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് ചെന്ന് കയറുന്ന വീടിൻ്റെ സൗകര്യങ്ങളും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവൾ ആ വീടിൻ്റെ ഭാഗമായി മാറപ്പെടണം. കാരണം ആ വീടും കുടുംബവും നാളെ മുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ പെൺകുട്ടിയുടെ കൈകളിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കഴിവുകളുള്ള ആളായിരിക്കാം, ഒരുപാട് ഗുണങ്ങളുള്ള ആളായിരിക്കാം, ഒരുപാട് യോഗ്യതകൾ ഉള്ളതായിരിക്കാം. നമ്മളുടെ കഴിവുകളും യോഗ്യതകളും ഗുണങ്ങളും ഒന്നും നമ്മളിൽ നിന്ന് ജീവിതകാലം നമുക്ക് നഷ്ടപ്പെടുകയില്ല. അപ്പൊ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നത് അത്രയും ഉള്ളിടത്തോളം നമ്മൾ അവരുടെ ഒപ്പമായി എത്തിയാൽ അവരെയും കൂടി നമ്മളോടൊപ്പമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും.
1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന BEd കഴിഞ്ഞൊരു ടീച്ചർ BEdകാരിയായിട്ടല്ല 1-ാം ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ചെല്ലുന്നത്. 1-ാം ക്ലാസ്സുകാരന്റെ മനോചലത്തിൽ കൂടെയാണ് ചിന്തിക്കുന്നത്, 1-ാം ക്ലാസ്സുകാരന്റെ തലത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ കുട്ടിയോടൊപ്പം എത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ അധ്യാപിക തൻ്റെ അറിവുകൾ ആ കുട്ടിക്ക് പകർന്നു കൊടുത്ത് തന്നോടൊപ്പമാക്കാൻ അവനെ വളർത്തുകയാണ്. അതുപോലെയാകണം ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കയറേണ്ടത്. അതുകൊണ്ടാണ് 5 തിരിയിട്ട നിലവിളക്ക് കയ്യിൽ കൊടുത്തുകൊണ്ട് പല വിധത്തിലുള്ള സർവ്വ ഐശ്വര്യങ്ങളും 4 ദിക്കും വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന ഈശകോണിലേക്കും ദീപം കത്തിച്ചു വെച്ച് ആ ദീപം കൊടുത്ത് സൂക്ഷ്മതയോടുകൂടി ആ നിലവിളക്ക് സ്വീകരിച്ച് അകത്തേക്ക് കയറുന്ന അന്നു മുതൽ അവൾ ആ വീടിന്റെ വിളക്കാണ്. ആ വീട്ടിലേക്ക് കയറുന്ന അന്ന് മുതൽ ആ വീടിന്റെ വിളക്കാണ്, ആ വീടിന്റെ ഗുണങ്ങളുമാണ്. പല വിധത്തിലുള്ള ശുദ്ധികളെ പറ്റി പറയും. പഞ്ചശുദ്ധി ക്രിയാഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട പരിസര ശുദ്ധി ഉണ്ടാകണം, മനസ്സിന്റെ ശുദ്ധി ഉണ്ടാകണം, ശാരീരികമായിരിക്കുന്ന ശുദ്ധികൾ ഉണ്ടായിരിക്കണം, പല കൈപുണ്യം എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടാകണം, ശുദ്ധി ഉണ്ടാകണം, ആഹാരശുദ്ധി ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളെ പറയപ്പെടുന്നുണ്ട്. ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ട യോഗ്യതകളിൽ ചിന്തിക്കപ്പെടുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് സ്ത്രീക്കാണ് പറയുന്നത്. കാരണം എന്താണ്? എല്ലാ ഗുണങ്ങളുടെയും അധിപതി എന്ന് പറയുന്നത് സ്ത്രീയാണ്. വിദ്യയുടെ അധിപതി ആരാണെന്ന് ചോദിച്ചാൽ അത് സരസ്വതിയാണ്. ഐശ്വര്യത്തിന്റെ ദേവത ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മഹാലക്ഷ്മിയാണ്. സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ദേവത ആരാണെന്ന് ചോദിച്ചാൽ അത് പാർവതിയാണ്. ദുഃഖങ്ങളെ മാറ്റുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ദുർഗയാണ്, അതും സ്ത്രീയാണ്. എല്ലാത്തിനെയും സ്വസ്ഥതയോടുകൂടി സംരക്ഷിക്കുന്നവൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഭദ്രയാണ്. അങ്ങനെ എല്ലാ ഗുണങ്ങളുടെയും എല്ലാ കഴിവുകളുടെയും എല്ലാത്തിൻ്റെയും ആധിപത്യമുള്ളത് എല്ലാം ദേവിമാർക്കാണ്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ദേവിയുടെ ശക്തിയും ചൈതന്യവും ഉണ്ടായിരിക്കും. ദേവിയുടെ സാന്നിധ്യം ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ ശക്തിയുടെ ചൈതന്യവും കുറയും. കാരണം എല്ലാ ദേവന്മാരും പ്രാർത്ഥിക്കപ്പെടുന്നത് ദേവിയെയാണ് എന്നാണ്, ലളിതാ പരമേശ്വരിയെയാണെന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമുണ്ട് സ്ത്രീക്കും അവളുടെ സ്ത്രീത്വത്തിനും. അപ്പോൾ അതിനെ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമായതുകൊണ്ടാണ് നമ്മളുടെ സംസ്കാരം പറഞ്ഞത് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീയെ പൂജിക്കപ്പെടുന്നത്, എവിടെയാണോ സ്ത്രീയെ ആരാധിക്കപ്പെടുന്നത്, അവിടെയാണ് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് നമ്മളോട് തന്നത് അതുകൊണ്ടാണ്. അത് പല വിധത്തിലും പല തലത്തിൽ കഥകളിലൂടെയും പല തലത്തിലൂടെയും നമുക്ക് പറഞ്ഞു തന്നു. കാരണം എന്താണ്? ഈ ഗുണങ്ങളെല്ലാം ലഭ്യമാകണമെങ്കിൽ സ്ത്രീയോടുള്ള നമ്മളുടെ സമീപനം അത് ആദരവോട് കൂടിയിട്ടുള്ളതാകണം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഒരു മാല ഇടുന്നതിന്റെ പ്രാധാന്യം പോലും അത് തന്നെയാണ്. പരസ്പര ബഹുമാനത്തിന്റെ സങ്കല്പം തന്നെയാണ് പൂമാലകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തുന്നത്. അത്രമാത്രം പവിത്രമാർന്ന ഒരവസ്ഥയാണ്. ഇവിടെയും രേവതി ബലഭദ്രസ്വാമിയോടൊപ്പം എത്തിയതിന്റെ കാരണവും അത് തന്നെയാണ്. പുരാണങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ കഥകൾ പറയുന്നത് ഓരോ തത്വത്തിലൂടെയാണ്. ഒരു തത്വം നമുക്ക് പറഞ്ഞു തരുവാൻ അതിനൊരു വലിയ കഥ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് ഇവിടെ. അതിനുശേഷമാണ് രുക്മിണിയുടെ കഥാഭാഗത്തെ പറ്റി ഇവിടെ പറയപ്പെടുന്നത്. അവിടെ ബലഭദ്രസ്വാമിയുടെ കയ്യിലേക്ക് രേവതിയെ ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് രൈവതൻ പറയുന്നുണ്ട്, അങ്ങയുടെ കയ്യിലേക്ക് എൻ്റെ മകളെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ കാരണം ഏറ്റവും യോഗ്യതയുള്ളവരിൽ നിന്ന് അങ്ങയെപ്പറ്റി നല്ല വാക്കുകൾ കേട്ടു. നമ്മൾ എപ്പോഴും അന്വേഷിക്കേണ്ടത് എപ്പോഴും യോഗ്യതയുള്ളവരോടാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചറിയുകയല്ല വേണ്ടത്. എപ്പോഴും ഏതൊരു കാര്യവും ചോദിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് യോഗ്യതയുള്ളവരിൽ നിന്നായിരിക്കണം.
അതുമായി ബന്ധപ്പെട്ട യോഗ്യതയും കഴിവുമുള്ളവരോട് ചോദിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ മറുപടിയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പല വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നുണ്ട്. അവിടെ നമ്മളോട് പറയുന്നത് പലരോട് ചോദിക്കണമെന്നാണ്. അപ്പോൾ പലരോട് ചോദിക്കണം. ആരോടൊക്കെ ചോദിക്കണം എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആരോടൊക്കെ ചോദിക്കണം എന്ന് ചോദിക്കുന്നതിനൊരു മറുപടി പറയുന്നുണ്ട് ഗുരുനാഥൻ ഉപനിഷത്തിൽ. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് ചോദിക്കണം. എനിക്കൊരു കാര്യമുണ്ട്, എന്താ നിന്റെ അഭിപ്രായം എന്നാണ്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ ഒരു അഭിപ്രായം പറയും. പിന്നീട് നമ്മളോടൊപ്പമുള്ളവരോട്, നമ്മളുടെ സമപ്രായക്കാരോട് ചോദിക്കണം. പിന്നീട് നമ്മളെക്കാൾ മുതിർന്നവരോട് നമ്മൾ ചോദിക്കണം. അടുത്തത് നമ്മളുടെ ഗുരുക്കന്മാരോട് നമ്മൾ ചോദിക്കണം. അടുത്തത് നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കണം. ഇത്രയും പേരോട് ചോദിച്ചിട്ട് അവർ പറയുന്ന തീരുമാനങ്ങളെല്ലാം കേട്ടിട്ട് ആ തീരുമാനങ്ങളിൽ നിന്നും യുക്തമായ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ തീരുമാനമാകണം നടപ്പിലാക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുത്താൽ നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്? നമ്മുടെ തീരുമാനം അത്രമാത്രം ശക്തമായിരിക്കും. കാരണം എന്താ? പലരും പല വിധത്തിൽ അവരവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നമ്മളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നതിൽ നിന്നും നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകില്ല എന്നാണ് പറയുക. പക്ഷേ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ പരാജയപ്പെടുന്നതിൻ്റെ കാരണം പലയിടത്തു നിന്നുമുള്ള അഭിപ്രായങ്ങളെ നമുക്ക് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രൈവതന്റെ മകളായിരിക്കുന്ന രേവതിയെ ബലഭദ്രസ്വാമി വിവാഹം കഴിച്ചു. ഇനിയും തൻ്റെ അനുജനായിരിക്കുന്ന കൃഷ്ണന് ഒരു ഉത്തമയായ യോഗ്യയായിരിക്കുന്ന ഒരു മകളെ വേണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വേണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിന് ഒരു കഥ പറയുന്നുണ്ട്. നാരദൻ ബഹുലാശ്വ രാജാവിനോട് പറയുന്നുണ്ട്, വിദർഭ രാജ്യത്ത് ഭീഷ്മകൻ എന്നു പേരുള്ള ധർമ്മിഷ്ഠനും പ്രതാപവാനുമായിരിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുണ്ഠിനപുരിയുടെ അധിപതിയുമായിരുന്നു. അദ്ദേഹത്തിന് യോഗ്യയായിരിക്കുന്ന ഒരു മകളുണ്ട്. അവളുടെ പേര് രുക്മിണി എന്നാണ്. അപ്പോൾ പലപ്പോഴായിട്ട് ഈ കൊട്ടാരത്തിലേക്ക്, ഭീഷ്മകന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന ആളാണ് നാരദൻ. നാരദൻ ചെല്ലുമ്പോൾ എന്തൊക്കെയുണ്ട് നാരദരെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃഷ്ണനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ലോകത്ത് നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ, കാരണം നാരദൻ എപ്പോഴും സത്യമേ പറയുകയുള്ളൂ എന്നുള്ളതാണ്. നാരദന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഏതാണ്? അദ്ദേഹം സത്യമേ പറയുകയുള്ളൂ എന്ന്. ഒരിടത്തും അദ്ദേഹം കള്ളം പറയില്ല. പറയുന്നത് മുഴുവൻ സത്യമാണ്. പക്ഷെ ഈ സത്യങ്ങൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ദോഷമായി ഭവിക്കുന്നത് കൊണ്ടാണ് നാരദൻ വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളുടെ മനസ്സിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. എല്ലാ സത്യങ്ങളൊന്നും നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പോലും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പലപ്പോഴായി നമ്മൾ പല സത്യങ്ങളും മറച്ചു പിടിക്കുന്നവരാണ്. പക്ഷെ നാരദൻ അങ്ങനല്ല. സത്യം സത്യമായി തന്നെ പറയുകയുള്ളൂ. മറ്റൊരു തരത്തിലും സത്യത്തെ മറച്ചു വെക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. സത്യത്തെ കൃത്യമായി പറയാനേ അറിയുള്ളൂ. അപ്പൊ വിദർഭ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ ഭീഷ്മകനോടും കൊട്ടാരത്തിലെത്തി രാജാവിനോടും രാജപ്രതിനിധികളോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് രാജാവ് പ്രധാനിയായിരിക്കുന്ന കൃഷ്ണൻ ചെയ്ത കർമ്മങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും. ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന ന്യായങ്ങളുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു ന്യായം ഉണ്ടാകണം, അതിനൊരു യുക്തിയും ഉണ്ടാകണം. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു യുക്തി ഉണ്ടായിരിക്കണം, അതിനൊരു ന്യായം ഉണ്ടായിരിക്കണം. ന്യായത്തോടും യുക്തിയോടും കൂടി കാര്യങ്ങൾ ചെയ്ത ആളാണ് കൃഷ്ണൻ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കിയെടുത്ത് പലപ്പോഴായി കൃഷ്ണനെ പറ്റിയുള്ള യോഗ്യതയോട് കൂടിയ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ രുക്മിണിമാവ്
നമ്മുടെ കുട്ടികൾക്ക് ഇന്നില്ലാതെ പോയതും ആ ഒരു ഗുണമാണ്. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. കാരണം തൻ്റെ ഭർത്താവായി വരുന്ന ആളിനെ സംബന്ധിക്കുന്ന ഒരു യോഗ്യതയുടെ ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാതെ പോകുന്നു. അപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഏതെങ്കിലും വ്യത്യസ്തങ്ങളായിരിക്കുന്ന അവസ്ഥകൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി പ്രയാസങ്ങളും ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഏതൊരു വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വളരെ വിപുലമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൃത്യമായി ചെയ്യേണ്ടതാണ്. കൃത്യമായി ചെയ്യുന്ന ഒരു കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നാലും ആ കുടുംബ ജീവിതം സ്വസ്ഥവും സമാധാനപരവുമായി തന്നെ പോകും. പക്ഷെ ഇന്നതല്ല. ഒരു ഉണ്ടായാൽ പരസ്പരം ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയും അവരുടെ ഇടയിലേക്ക് ഉണ്ടാവില്ല. കാരണം മനസ്സുകൊണ്ട് പരിപൂർണമായി സ്വീകരിക്കപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല. മനസ്സുകൊണ്ട് ആദ്യം പരസ്പരം സ്വീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ പരസ്പരം വൈവാഹിക ജീവിതത്തെ പറ്റിയുള്ള ഒരു ബോധം അവർക്കുണ്ടാകണം. അതെവിടെയാണ് ഉണ്ടാകേണ്ടത്, അതെങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളിടത്താണ് ഒരു കുടുംബത്തിൽ നിന്നാണ് അതുണ്ടാകേണ്ടത്. മാതാപിതാക്കളിൽ നിന്നും അതുണ്ടായി വരണം. തൻ്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ട് വേണം ഓരോരുത്തരും ജീവിക്കാൻ. അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളും ആ തലത്തിലേക്ക് ചിന്തിക്കുകയുള്ളൂ. കുട്ടികളോട് കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ട് മാറി ഇന്ന് നമ്മൾ കള്ളം പറയുന്നത് പോലെ. അപ്പോൾ പിന്നീട് അവരോട് നമുക്ക് കള്ളം പറയരുതെന്ന് പറയുമ്പോൾ ആ കുട്ടികൾ നമ്മളെ ചോദ്യം ചെയ്തിരിക്കും. അക്കാര്യത്തിൽ യാതൊരു വിധമായിരിക്കുന്ന സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ വൈവാഹിക ജീവിതത്തിലേക്ക് ചിന്തിക്കുവാനുള്ള സമയമാകുമ്പോഴേക്കും രുക്മിണി ദേവിയുടെ മനസ്സിന് കൃത്യമായിട്ട് തൻ്റെ ഭർത്താവായി വരുന്ന ആള് ഇത്രമാത്രം പോലെ യോഗ്യനായിരിക്കുന്ന സത്യം മാത്രം പറയുന്ന ഒരാളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ കേട്ടപ്പോഴാണ് രുക്മിണി ദേവിക്ക് തൻ്റെ മനസ്സിൽ തൻ്റെ ഭർത്താവായി വരേണ്ട ആള് ഇന്ന എന്ന ഒരു ചിന്ത വരുന്നത്. അങ്ങനെ വന്നപ്പോൾ അത് ആ ചിന്തയെ വലുതാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ്. നിത്യവും ഉള്ള പ്രാർത്ഥന വൈവാഹിക ജീവിതത്തിലേക്ക് കൗമാര കാലകുട്ടികൾ എത്തുമ്പോൾ അവരോട് തിങ്കളാഴ്ച പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നിത്യവ്രതം എടുക്കുന്നത് ആരെ സംബന്ധിച്ചാണ്? ചന്ദ്രനെ കൊണ്ടാണ്. ചന്ദ്രൻ ആരാണ്? മനസ്സിന് കാരകത്വമാണ്. അപ്പൊ മനസ്സ് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകണം. മനസ്സിൽ നല്ല തീരുമാനങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകണം. അതുണ്ടായി പ്രാർത്ഥെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും യോഗ്യമായത് അവർക്ക് ലഭിക്കത്തുള്ളൂ. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതിയാൽ നമുക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെന്താണ് പരീക്ഷയിൽ തോക്കും ചോദിച്ചാൽ പഠിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമാകുന്നില്ല. വെറുതെ അത് വെച്ചത് കൊണ്ട് കാര്യമാകുന്നില്ല. അതിന് ഈശ്വരവും കൂടി നമുക്ക് വേണം. പഠിച്ചു ക്ലാസ്സിൽ ചെന്നപ്പോഴേക്കും എല്ലാം മറന്നുപോയി. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല പഠിച്ചത് കൊണ്ട്. പഠിച്ചത്
ഉണ്ടാകണം. ആ ദൈവാധീനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ദൈവികമായ ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൗമാരകാലം എത്തുമ്പോൾ മുതൽ പെൺകുട്ടികൾക്ക് കൃത്യമായി വ്രതം എടുക്കാൻ പറയുന്നത്. അത് ഉടനെ വിവാഹം നടക്കണമെന്നല്ല, മാസത്തിൽ ഒരു തിങ്കളാഴ്ചയെങ്കിലുമായി ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത്, കാരണം ശംഭോഭൂഷണമായി നിൽക്കുന്ന ശംഭുവിന്റെ മകുടത്തണമായിരിക്കുന്ന ചന്ദ്രനെ ചെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടത്തെ ചന്ദ്രനെ അല്ല പ്രാർത്ഥിക്കുന്നത്, ചന്ദ്രൻ പല സ്ഥലങ്ങളിലും, പക്ഷെ ചന്ദ്രനെ കൃത്യമായി ശംഭോഭൂഷണം, ശംഭുവിന്റെ മകുടത്തിൽ ഭൂഷണമായിരിക്കുന്ന ചന്ദ്രനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഭാര്യയുടെയും ഭർത്താവിന്റെയും അടുക്കൽ നിൽക്കുന്ന മനസ്സാണ്. ഒരു നല്ല ഭർത്താവിന്റെയും ഭാര്യയുടെയും അടുക്കൽ മനസ്സാണ്. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ ചെല്ലാൻ പറയുന്നത്. ഇപ്പോൾ പല ദേവിമാരുടെയും കാതുകൾ ചന്ദ്രൻ കമ്മലുകളായി കിടപ്പുണ്ട്. അവിടെ പ്രാർത്ഥിക്കുന്നത് ശിവക്ഷേത്രത്തിൽ തന്നെ പോയണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അടുക്കൽ. കാരണം എന്താണ്? ഭഗവാനോടൊപ്പം ഭഗവതിയും കൂടി ഉത്തമ കുടുംബ ദാമ്പത്തിക കൃത്യമായി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അവിടെ മനസ്സാണ് വേണ്ടത്, അവിടെയുള്ള മനസ്സ് ആവശ്യമായി വരുന്നത്. അവിടെ പ്രാർത്ഥിക്കപ്പെടുന്നു, സ്വയംവര പാർവതിയോട് തന്നെ പ്രാർത്ഥിക്കുന്നു. യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവരസ്യ മുഖഹൃദയം മമ വശം ആകർഷയ എന്ന് പ്രാർത്ഥിക്കും. തനിക്കെല്ലാം എല്ലാം ആകർഷിക്കപ്പെടേണ്ടതാണ്, അത് ഗുണമായി തന്നെ നമുക്ക് നമ്മളുടേതാണ് എന്ന് ഉള്ള പ്രാർത്ഥന. അങ്ങനെ തിങ്കളാഴ്ച വ്രതമൊക്കെ കൃത്യമായിരുന്നു. തൻ്റെ കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല ഒരു തലത്തിലേക്ക് പോകണം. അവരത്തിൽ യാതൊരു പരാജയങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരെയും പരിഹരിക്കപ്പെടുന്ന അവരുടേത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം പ്രാർത്ഥനയിലൂടെ അവരുടെ ഉള്ളിൽ തന്നെ ഒരു മനോബലമുണ്ട്. അവർക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കണം. ആ കഴിവുണ്ടാക്കിയെടുക്കേണ്ട കാലമാണ് കൗലം എന്ന് പറയുന്നത്. കാരണം അവിടെ വെച്ച് ഇത് വേണമെങ്കിലും തിരിഞ്ഞു പോകാം, ഏത് വിധത്തിൽ വേണമെങ്കിലും അതിനെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു കുടുംബത്തിലെ മാതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ഇഷ്ടമോ അവരുടെ ശൈലികളോ വെച്ച് അവർക്ക് ഇഷ്ടമുള്ളത് പോകാനല്ല, അവരെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്ന ഒരു ബോധം ആ കുട്ടി എടുക്കണം. നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുകൊണ്ട് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് കുഞ്ഞുങ്ങൾ വളർന്നത് എന്നുള്ള ബോധം അവർക്കില്ല. പലപ്പോഴും സാധിക്കാതെ വരുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരുപാട് കാര്യങ്ങൾ രുക്മിണീ ദേവി
എന്ത് ചെയ്തു? തൻ്റെ വിവാഹത്തെ പറ്റി സമയത്ത് തൻ്റെ സഹോദരൻ വന്ന് അച്ഛനും സഹോദരി ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് സഹോദരനായ യുഷ്മകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്താണ്? ഏറ്റവും ഒരു പുരുഷനുണ്ട് ഈ ലോകത്ത്, എന്റെ സഹോദരിക്ക് ഏറ്റവും നല്ല യോഗ്യനായ ഒരു പുരുഷനുണ്ട്. അപ്പോഴാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു പേര് ശിശുപാലൻ. അപ്പോൾ രുക്മിണി പറഞ്ഞു ഇത് കൊള്ളാം. എന്താണ്? സിംഹത്തിനുള്ള ഭക്ഷണം ഒരു ചെന്നായി എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് ഞാൻ ശിശുപാലനെ വിവാഹം കഴിച്ചാൽ എന്നാണ്. അപ്പൊ ഇത് ചോദിച്ചു, ആരാണ് ഈ സിംഹം? അപ്പോ ചോദ്യം അറിയാം, ഇത് ചെന്നായി എടുത്തുകൊണ്ട് പോയത് ചെന്നായി ശിശുപാലനെയാണ് എങ്കിൽ, ഈ പറയുന്നത് രുക്മിണിയാണ് എങ്കിൽ ആരായിരിക്കും ഇപ്പൊ അവിടെ സിംഹം? അപ്പോൾ കൃഷ്ണനെയാണ് എനിക്കിഷ്ടം, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൃഷ്ണനോടാണ് ഇഷ്ടം, അതുകൊണ്ട് കൃഷ്ണനെയാണ് തൻ്റെ ഭർത്താവായി വേണ്ടതെന്ന് രുക്മിണി പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായി ജരാസന്ധനം ഒക്കെ തുടങ്ങിയിട്ടുള്ള സൗഹൃദമുള്ള തൻ്റെ രുക്മിണിയുടെ സഹോദരനെ നിന്നും രക്ഷപ്പെടുക എന്നുള്ള രുക്മിണിയുടെ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് രുക്മിണി ദേവി എന്ത് ചെയ്തു? തൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള തൻ്റെ സുഹൃത്തായിരിക്കുന്ന കൃഷ്ണന്റെ കയ്യില് ഒരു എഴുതി കൃഷ്ണന്റെ വിട്ടു. ഭുവനേന്ദര എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ എഴുതി ഒരു വലിയ ഒരു എഴുത്ത്. എന്നെ നല്ല ജീവിതത്തിൽ അങ്ങയുടെ ആക്കുവാൻ അങ്ങേക്ക് സാധിക്കും, അതിനായി കാത്തിരിക്കുന്ന എനിക്ക് എന്നെ ശിശുപാലനെ കൊണ്ട് കഴിപ്പിക്കുവാൻ എൻ്റെ സഹോദരൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരു ചെന്നായിയുടെ അടുക്കലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രാം ദിവസം ഇന്ന ദിവസം കുടുംബക്ഷേത്രത്തിൽ വരുമ്പോൾ എന്നെ സ്വീകരിച്ചു കൊള്ളണമെന്ന് അത് ഈ ബ്രാഹ്മൺ മരകയിൽ ചെന്ന് ഭഗവാന്റെ കയ്യിൽ എഴുതു. ഭഗവാൻ എഴുത്തൊക്കെ വായിച്ചു പറഞ്ഞു, വേണ്ട ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞു. അങ്ങനെ രുക്മിണി കാത്തിരുന്നായിരിക്കും മറുപടി കൃഷ്ണന്റെ. കൃഷ്ണനെ കണ്ടിട്ടില്ല. കൃഷ്ണന്റെ മറുപടി വിചാരിച്ചിരുന്ന ബ്രാഹ്മണൻ വെറും കൈയോടുകൂടിയാണ് കണ്ടപ്പോൾ രുക്മിണി ദേവിക്ക് പക്ഷേ എങ്കിലും അവിടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ആ ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നതും ഭഗവാൻ സ്വീകരിക്കുന്നതും എല്ലാം. ആ കൊണ്ടുപോയി വളരെ ഗംഭീരത്തിൽ ഭഗവാനും നന്നായി മാറപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു ഇന്ന്. ഇതെല്ലാം കഥകളെല്ലാം എല്ലാവർക്കും നന്നായി കൃത്യമായി അറിയാം. പക്ഷെ ഈ കഥകളിൽ ഓരോ പാത്രങ്ങളും അവരവരുടെ സ്വഭാവശതകളോടുകൂടി അവരുടെ ജീവിതം പറഞ്ഞ് അവരിലുള്ള ഗുണങ്ങൾ കൊണ്ട് അവരിതത്തിൽ ഉണ്ടായ വിജയം നമുക്ക് മനസ്സിലാക്കാണ്. കുടുംബജീവിതം പോകുന്നവർ, കുടുംബജീവിതം നന്നായി കൊണ്ടുപോകുന്നവർ, അല്പജീവിതത്തിന്റെ ഒരു നല്ല സമയവരെല്ലാം എപ്പോഴും ചിലതും അറിയേണ്ടതുമായി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സിനെ എപ്പോഴും നമ്മൾ സമാധാനപരവുമായി ആ മനസ്സിനെ എപ്പോഴും നമ്മൾ എല്ലാവർക്കും സാക്ഷിയായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നത് ആ മനസ്സിന് നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്യില്ല. എപ്പോഴാണോ മനസ്സാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഭവിച്ചു തുടങ്ങും. കാരണം നമ്മളെ പരിപൂർണമായി വിശ്വസിച്ച് നമ്മളോട് ആളാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിനെ എപ്പോഴാണ് വഞ്ചിച്ചിട്ടുള്ളത്, എപ്പോഴും വഞ്ചിച്ചിട്ടുള്ളത്, അവിടെ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മനസ്സാക്ഷിയെ പറ്റിക്കാതെ, മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ആകണം. ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും പെട്ടെന്ന് പറയുന്നത് ഈ മനസ്സ്. അതുകൊണ്ടാണ് പേരുടെയും മനസ്സ് ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംവാദ സൂക്ത നിഗമത്യ സൂക്താർച്ചനയും അത് നടന്നത്. അത് ഭഗവതിയുടെയൊക്കെ മുമ്പിൽ ചെന്ന് ചെയ്യുന്നത് ദേവാഭാഗം സംജാനാനേ ദേവന്മാർ അവരുടെ ഭാഗങ്ങളാണോ സ്വീകരിക്കുന്നത്, അപ്രകാരം ഞാൻ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നിഗമത്യം ഭവേദ് പരസ്പരം ഒരുപോലെ പോകണം, നിർവൈരായത പരസ്പരം ശത്രുല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോലെ അനുഗ്രഹിക്കണമെന്ന് ഇരിക്കുന്നു ആ ഐക്യത്വത്തിൽ. അതായത് എല്ലാവരും അവരുടെ കുടുംബപേരും കൂടി ചെയ്യാൻ ഒരു മന്ത്രവും കൂടിയാണ് സംവാദ സൂക്തവും ഐക്യവും. അതൊക്കെ ഇന്ന് ലഭ്യമാണ്, അതിന്റെ ഓഡിയോ ലഭ്യമാണ്.
അതൊക്കെ നമ്മൾ കാരണം കുടുംബജീവിതവും സമാധാനപരവുമായി പോകണമെങ്കിൽ പേരും ഒരുപോലെ പോകണം. അവിടെ ആള് വലിയ ആള് ഇന്നാള് ചേർന്നുമില്ല, രണ്ടുപേർ തുല്യമായിരിക്കുന്ന അവസ്ഥകളാണുള്ളത്. ആ തുല്യതയിൽ മുന്നോട്ടെങ്കിൽ പരസ്പര ധാരണകളും വിശ്വാസം ഉണ്ടാകണം. ആ പരസ്പര ധാരണ വിശ്വാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടിക്ക് നന്നായിട്ട് എന്ന് ഈ ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് ഗർഗഭാഗവത സപ്തത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഈ 4-ാം ദിവസത്തെ ദീപാരാധന സമയമാകുകയാണ്. ഈ യജ്ഞത്തിന്റെ 5-ാം ദിവസം വളരെ വിശേഷമായിരിക്കുന്ന ഈ ദിവസം നമുക്ക് നാളെ ധന്വന്തരി ഹോമം, ആ ഹോമത്തില്